പന്തീരടി പൂജ കണ്ടു തൊഴുന്നതും നേത്ര സംബന്ധമായ അസുഖങ്ങൾ മാറാനായിട്ട് വളരെ നല്ലതാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ 11:30 വരെ ദർശനം നടത്തി കഴിഞ്ഞിട്ട് 11:30ക്കാണ് ഉച്ചനേദ്യം വരുന്നത്. ഭഗവാന് വിസ്തരിച്ചിട്ടുള്ള നേദ്യമാണ് കേട്ടോ ഉച്ചനേദ്യം. എന്തൊക്കെ വിഭവങ്ങളാണെന്നറിയോ ഒരു സമയത്ത് നേദിക്കുക. അതായത് വെള്ളനേദ്യം ഉണ്ടായിരിക്കും, കാളൻ, എരിശ്ശേരി, നേന്ത്രക്കായ 4 വറുത്തത് ഉണ്ടായിരിക്കും, പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ കൈപ്പയ്ക്ക കൊണ്ടാട്ടമായിരിക്കും, അല്ലെങ്കിൽ പയറ് കൊണ്ടാട്ടമായിരിക്കും. പിന്നെ 4 കൂട്ടം പായസം ഉണ്ട്. അതായത് പഴം പ്രഥമൻ ഉണ്ട്, പാലട പ്രഥമൻ, പാൽപ്പായസം, പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, കൂടാതെ ത്രിമധുരവും കൂട്ടിയിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണാണ്, സദ്യയാണ് ഉച്ചനേദ്യത്തിന് ഉണ്ടായിരിക്കുക കേട്ടോ. അങ്ങനെ ഉച്ചനേദ്യമൊക്കെ കഴിഞ്ഞിട്ട് 12:30ക്കാണ് ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കുക. ആ ഒരു സമയത്ത് അലങ്കാരത്തോട് കൂടിയിട്ട് ഭഗവാനെ നമുക്ക് കണ്ട് തൊഴാനായിട്ട് സാധിക്കും. മേൽശാന്തിയുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു ദർശനം നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുന്നത്, ആ രൂപത്തിലാണ് നമുക്ക്